ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ലൊരു അടിപൊളി ചാറുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ? ഇത് ചീരച്ചേമ്പാട്ടോ. ചീരച്ചേമ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം തോരൻ വെക്കുന്ന ചേമ്പാട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നാളൊരു തവണ ഇതിൻ്റെ തോരൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നിതാ ഇത് നമ്മൾ പരിപ്പിൻ്റെ കൂടെ ഇട്ട് നല്ലൊരു അടിപൊളി ചാറുകറി വെക്കുന്ന റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോയെ. അപ്പോൾ ഇതാ ചീരച്ചേമ്പൊക്കെ നന്നായിട്ട് കഴുകിതാ ചീര വെള്ളം എല്ലാം പോകാൻ മാറ്റി വെച്ച് ചേമ്പ് ഇതാ നന്നായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കാണാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ചീരയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ചീരയല്ല, ചീരച്ചേമ്പ്. അപ്പോൾ ഇതിങ്ങനെ തോരൻ വെക്കുന്നതിൽ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചീരച്ചേമ്പ് പരിപ്പിൻ്റെ കൂടെ ഇട്ട് നല്ലൊരു ചാറുകറി വെച്ചാൽ. അപ്പോൾ ഇലയെല്ലാം ആദ്യം അരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തണ്ട് കൂടെ അരിഞ്ഞെടുക്കുക കേട്ടോ. തണ്ട് താളെന്നൊക്കെ പറയത്തില്ലേ, ചേമ്പിൻ്റെ താളം. അപ്പോൾ അതും ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ചേമ്പിൻ്റെ താളും എല്ലാം അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ചെറിയ സവോള കഴുകി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് കൊണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പിൻ താളിനകത്തേക്ക് ചേമ്പിൻ്റെ ഇലക്കകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ. ഇനി അതിനുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അരപ്പ് റെഡിയാക്കാൻ എരിവിനനുസരിച്ച് പച്ചമുളകും ചെറിയ വെളുത്തുള്ളിയും ചെറിയൊരു 2 അല്ലി വെളുത്തുള്ളിയും ചെറിയ ജീരകവും തേങ്ങയും നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാം അരച്ച് അരിയുകയും ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ പരിപ്പ് അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെന്തിരിക്കുന്നത് പരിപ്പിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചീരച്ചേമ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചീരച്ചേമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കും കേട്ടോ. അടച്ചു വെച്ച് അധിക നേരം പിന്നെ നമ്മൾ വേവിക്കത്തൊന്നുമില്ല. ചേമ്പിൻ്റെ ഇലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരത്തേക്കിനെ ഒന്ന് അടച്ചു വെക്കുന്നുള്ളേ. അപ്പോൾ നമ്മളിതാ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ ഇലയും പരിപ്പും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ അരപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ചാറാക്കി എടുക്കുവാണേ. പിന്നെ കുറച്ച് ചാറായാലും കുഴപ്പമില്ല, പരിപ്പായതുകൊണ്ട് ഇരുന്ന് കുറുകിക്കൊള്ളുമല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. തേങ്ങ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കടുക് താളിക്കാൻ പോകാം കേട്ടോ. കടുക് താളിക്കുന്നതിൻ്റെ കൂടെ ഞാനൊരു സ്പെഷ്യൽ ഇതും കൂടെ മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടെ എക്സ്ട്രാ നമ്മൾ കടുക് താളിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കടുക് താളിക്കുമ്പോഴേ കടുക് താളിക്കുന്നതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കടുകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടിയും കൂടെയാണ് ഇട്ട് കടുക് താളിക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടിയും കൂടി ഇട്ട് കടുക് താളിച്ച് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു കളറും ഒക്കെ കിട്ടും കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ അങ്ങനെ കടുക് താളിക്കാൻ പോവാണ്. അപ്പോൾ കടുകും കൂടെ താളിച്ച് നമ്മുടെ കറിക്കകത്തേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പില കറി റെഡി ആയിട്ടുണ്ട്. ചേമ്പില പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക്